മ്യൂസിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് ഏതാ? മിഡ് റേഞ്ച് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ എൻഡും ഹൈ എൻഡും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, എന്നാലും മിക്കവാറും മ്യൂസിക്കിൻ്റെ മെയിൻ ഇൻഫർമേഷനും കണ്ടൻറ്റൊക്കെ ഉണ്ടാവുക മിഡ് റേഞ്ചിലായിരിക്കും. ലോ എൻഡും ഹൈ എൻഡൊക്കെ കുറച്ചും കൂടി ഒരു എനർജി കിട്ടാനും അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂട്ടാനൊക്കെ ഉള്ള സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് തന്നെയാണ്, എന്നാലും ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാവുക മിഡ് റേഞ്ചിലാണ്. ഇപ്പോൾ ലിറിക്കൽ കണ്ടൻ്റ് ആയാലും എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെ മെയിൻ ഫ്രീക്വൻസീസും എല്ലാ സാധനവും മിഡ് റേഞ്ചിലാണ് മ്യൂസിക്കൽ എലമെൻറ്റുകൾ കൂടുതലുണ്ടാവുക. ഹൈ എൻഡിൽ എല്ലാത്തിൻ്റെ ആ ഒരു എയർ ഉണ്ടാവും, ലോ എൻഡിൽ ആ ലോ എലമെൻറ്റുകളുടെ ആ ഒരു വെയിറ്റ് ഉണ്ടാവും, ബാക്കി എല്ലാ സാധനങ്ങളും മിഡ് റേഞ്ചിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ചില മിക്സ് എൻജിനീയേഴ്സിൻ്റെ ഒക്കെ സെറ്റപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ചെറിയ ഊള സ്പീക്കറുകൾ കാണാം. ഇപ്പോൾ ഇങ്ങനത്തെ സ്പീക്കറുകൾ, കമ്പ്യൂട്ടർ സ്പീക്കറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പുകൾ കാണാം. അത് കൊണ്ടുവന്ന് വെച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആർഗ്യുമെൻ്റ് അതിനുള്ളത്. ഒന്ന്, മിഡ് റേഞ്ചിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ലോ എൻഡും ഒരുപാട് സ്മൂത്ത് ഹൈ എൻഡും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിനകത്ത് അധികം ആ ഒരു മിഡ് റേഞ്ച് നമ്മൾ ചെവി കൂടുതൽ കേൾക്കുന്ന മിഡ് റേഞ്ചിലേക്കായിരിക്കും അതിൻ്റെ ഫോക്കസ് കൂടുതൽ. അപ്പോൾ ആ ഭാഗത്ത് കൂടുതലേക്ക് ഫോക്കസ് ചെയ്യാൻ അത് യൂസ് ചെയ്യാമെന്ന് പറയും ഒന്ന്. രണ്ടാമത്തെ കാരണം പറയുക, റിയൽ വേൾഡിൽ ആൾക്കാരെങ്ങനെയാണ് കേൾക്കണതെന്ന് എമുലേറ്റ് ചെയ്യാനാണ് അതെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പാട്ട് കേൾക്കണത് കാറിലോ അല്ലെങ്കിൽ ബസ്സിൻ്റെ സ്പീക്കറിലോ മാളിൻ്റെ സീലിങ്ങിലുണ്ടാകുന്ന സ്പീക്കറിലോ അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ ഫോണിൻ്റെ സ്പീക്കർ, ഇതിലൊന്നും അങ്ങനെ ഫുൾ ബാൻഡ് വിഡ്ത്തിൽ മ്യൂസിക് കേൾക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ക്രാപ്പി സിറ്റുവേഷനിൽ എങ്ങനെയാണ് പാട്ട് കേൾക്കണമെന്നുള്ളത് അറിയാനാണ് അങ്ങനത്തെ സ്പീക്കേഴ്സ് യൂസ് ചെയ്യണമെന്നും പറയും. പിന്നെ ഈ വേറെ വലിയ സ്റ്റുഡിയോസിലും വലിയ മിക്സ് എൻജിനീയേഴ്സിൻ്റെ ഒക്കെ അടുത്ത് മറ്റേ മിക്സ് ക്യൂബ്, ഓറട്ടോണിൻ്റെ സാധനമൊക്കെ ഉണ്ടാവും. പിന്നെ NS10 എന്ന് പറഞ്ഞിട്ട് യമഹേൻ്റെ ഒക്കെ. ആ രണ്ട് സാധനം കഴിഞ്ഞ യുഗത്തിലെ സ്പീക്കറാണ്, പക്ഷേ ഇപ്പോഴും യൂസ് ചെയ്യാനുള്ള കാരണം ഈ മിക്കവാറും ആൾക്കാർ ഈ രണ്ട് കാരണമാണ് പറയുക. ഒന്ന് മിഡ് റേഞ്ചിലേക്ക് ഫോക്കസ് ചെയ്യാനെന്ന്, പിന്നെ പുറത്തുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മളുടെ പാട്ട് മര്യാദയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമോ അറിയാനുള്ള ചെക്കാണെന്നും കൂടി പറയും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാട്ട് കേൾക്കുന്ന ഇയർബഡിലായിരിക്കും, സീരിയസ് ആയിട്ട് പാട്ട് കേൾക്കുന്നവരല്ലാത്തൊരു. പിന്നെ ഈ പറയുന്ന സിറ്റുവേഷൻസൊക്കെ സ്റ്റിൽ വാലിഡാണ്. ഇപ്പോൾ കാറിൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ, ടി വിയിൽ, ഫോണിൽ ഇപ്പോൾ പെട്ടെന്ന് പാട്ട് കേൾക്കണം, അങ്ങനെ സിറ്റുവേഷൻ ഒരുപാടുണ്ട്. അതേപോലെ മോണോയിൽ കേട്ട് നോക്കുന്നതിനുള്ള ഇതേപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ മോണോയിലായിരിക്കും കേൾക്കുക. സോ ഇത് രണ്ടൊരു വാലിഡായിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനത്തെ സ്പീക്കറിലൊക്കെ അല്ലെങ്കിൽ ഓറട്ടോൺ, മിക്സ് ക്യൂബ്, NS10 ഒന്നും കൊണ്ടുവന്ന് വെച്ചിട്ട് മോണിറ്റർ സ്വിച്ച് ചെയ്യാനൊന്നും സെറ്റപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേപോലെ മിഡ് റേഞ്ചിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് മിഡ് റേഞ്ചിൽ എന്ത് സംഭവിക്കണമെന്ന് കേട്ട് വെക്കാനുള്ളൊരു EQ ട്രിക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഞാൻ 2 മിക്സ് എടുത്തിട്ടുണ്ട്. രണ്ടും ഞാൻ തന്നെ മിക്സ് ചെയ്താൽ, ഒന്ന് ആരോമലിൻ്റെ യാത്ര എന്ന് പറഞ്ഞ പാട്ട്, 2 എൻ്റെ തന്നെ കോമറ്റ് തിയറി എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ സിപ്സാപ്പ് എന്ന് പറഞ്ഞ സോങ്. രണ്ടും കുറച്ച് 2 എക്സ്ട്രീമിലുള്ള സോങ്ങുകൾ. ഒന്ന് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ഈസി ഗോയിങ് പാട്ടാണ്, ഒന്ന് കുറച്ചും കൂടി ഒരു ഹെവി ഡബ് സ്റ്റെപ്പ് കൈൻഡ് ഓഫ് സോങ്ങാണ്. സോ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാസ്റ്ററിനകത്ത് ഒരു EQ ഇട്ടുണ്ട്, Pro Q3 ആയിട്ടുള്ളത്. പക്ഷേ മിക്കവാറും എല്ലാ EQയിലും ചെയ്യാൻ പറ്റിയ കാര്യം. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം നമുക്ക് മിഡ് റേഞ്ചിലേക്ക് ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാപ്പി സ്പീക്കറുകളെ ബാൻഡ് വിഡ്ത്ത് മാത്രം കേൾക്കാനുള്ള ഒരു ഉദ്ദേശമാണ്. സിമ്പിൾ പരിപാടിയാണ്. സോ ആദ്യം ഞാൻ ഈ പാട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം, 2 പാട്ട്. പണ്ടു ചേർന്നു കണ്ട സ്വപ്നം പോലെ നമ്മളൊന്നു ചേരവേ യാത്ര. രണ്ടാമത്തത് ഓക്കെ. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ EQ എടുക്കുന്നു, എന്നിട്ട് ഹൈയും ലോയും കട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു മിഡ് റേഞ്ചിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ വാല്യൂ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഏകദേശം ഒരു വാല്യൂ എന്നുള്ള ലെവലിൽ ലോ എൻഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 250, 300 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം 300 എടുക്കാം. പിന്നെ ഹൈ എൻഡ് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു
5000 to 6000 റേഞ്ചിൽ. അപ്പോൾ 6000 എടുക്കുക. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഇനി നമ്മൾ കേട്ട് നോക്കാൻ പോണത്. ഞാനിവിടെ ഓട്ടോ ഗെയിൻ കൊടുക്കുന്നുണ്ട്, ലെവലിലുള്ള ഡിഫറൻസ് മാറ്റാൻ വേണ്ടിയിട്ട്. ഇത്രയും ഏരിയ പോകുമ്പോൾ ലെവലിൽ ഡ്രോപ്പ് വരുമല്ലോ. അപ്പോൾ ഇനി എന്താ നമ്മൾ കേട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമാശയ്ക്ക് ചെയ്ത് നോക്കണമല്ല. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് റേഞ്ചിൽ നമ്മളുടെ സോങ്ങിൽ അത്യാവശ്യം വേണ്ട ആ ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോ, എല്ലാ എലമെൻറ്റുകളും കേൾക്കുന്നുണ്ടോ, അതേപോലെ മിഡ് റേഞ്ചിൽ മാത്രം കേൾക്കുമ്പോൾ വോക്കൽ മാത്രം കേൾക്കുക, പെർക്കഷൻ കേൾക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഏറ്റവും മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത പാട്ട് തന്നെയാണ് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുക. സോ അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പണ്ടു ചേർന്നു കണ്ട സ്വപ്നം പോലെ നമ്മളൊന്നു ചേരവേ, യാത്ര പോകവേ, ഏറെ നേരമേറെ ദൂരം നാം ഒന്ന് ചേർന്ന് പോയി മായവേ, നീണ്ട പാതയിൽ നീലവാനം. അപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി, വോക്കൽ മര്യാദ കേൾക്കുന്നുണ്ട്, ഗിറ്റാർസ് മര്യാദ കേൾക്കുന്നുണ്ട്, ബേസിൻ്റെ ആ ഒരു മൂളക്കം കേൾക്കുന്നുണ്ട് ലോ ഇല്ല എന്നുണ്ടെങ്കിലും, പിന്നെ പെർക്കഷൻ എല്ലാ എലമെൻറ്റുകളും മര്യാദ കേൾക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെ ബാലൻസ് മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വിജയമാണ്. രണ്ടാമത്തെ ഈ സോങ്ങിൽ ഞാൻ ആദ്യം ബൈപ്പാസ് ചെയ്യുക, പിന്നെ ആക്റ്റീവ് ആക്കുക. അപ്പോൾ എന്താ കേൾക്കണം നോക്കാം. അപ്പോൾ ഇതിനകത്ത് സബ് പോകുമ്പോൾ വലിയൊരു എനർജി പോകുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും 300 കട്ട് ചെയ്തുള്ളൂ. അപ്പോൾ എന്തായാലും സബ് പോകും. ഇങ്ങനത്തെ സോങ്ങുകൾക്ക് സബ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റാണ്. പക്ഷേ ആ ഒരു മിഡ് റേഞ്ചിൽ കേൾക്കുന്ന സമയത്ത് സിന്ത്, കിക്ക്, സ്നെയർ കാര്യങ്ങളുടെ ബാലൻസിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഒക്കെ ഒരേ ബാലൻസിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. വെറും സിന്ത് മാത്രം കേൾക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളതാണ് നോക്കേണ്ടത്. മിഡ് റേഞ്ചിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കേൾക്കുന്ന സമയത്ത് ആ പാട്ട് അതേപോലെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതൊരു സിമ്പിൾ ടെക്നിക്ക്. പിന്നെ മോണോയിലും കൂടി ഇതിൻ്റെ കൂടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ Pro Q3 സെറ്റപ്പ് അത് എല്ലാത്തിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഹവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു LR എന്നുള്ള സ്വിച്ചാണ്. അത് ലെഫ്റ്റ് റൈറ്റ് പാനാണ്. അതിലൊന്നും കൂടി ആക്കിക്കഴിഞ്ഞാൽ മിഡ് സൈഡ് എന്ന് പറഞ്ഞ മോഡ് വരും. അപ്പോൾ ഈ പുറമേ ഉള്ള നോബ് പിടിച്ച് ഫുള്ള് ലെഫ്റ്റിലേക്ക് ആക്കിയാൽ ഇപ്പോൾ മിഡ് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പ്രീസെറ്റാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു മോണോ ക്രാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെറിയ വാല്യൂവിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ 5000 കട്ട് ചെയ്തിട്ടുള്ളത്, ഇവിടെ 250. അപ്പോൾ ഞാൻ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ EQയിൽ ഈ പ്രീസെറ്റ് എടുത്തിട്ട് അവസാനം മാസ്റ്ററിൽ അങ്ങോട്ട് ഇടും. എന്നിട്ട് ഇതേപോലെ മോണോ ചെക്ക് ചെയ്യാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലോ എൻഡിൽ ഫേസിങ് ഇഷ്യൂ ചെക്ക് ചെയ്യണം. ആ മോണോ ടെസ്റ്റിംഗ് അല്ല, മറ്റേ പാനിങ് ഒക്കെ ചെയ്തിട്ട് മോണോയിൽ ആക്കുമ്പോൾ ഗിറ്റാർ കംപ്ലീറ്റ് പോവുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ മോണോ ടെസ്റ്റിനും അതേപോലെ ഈ മിഡ് റേഞ്ച് മാത്രം നോക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രീസെറ്റ് ഉണ്ടാക്കി വെച്ച്, എന്നിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യണ സമയത്ത് അതിങ്ങനെ ആക്റ്റീവ് ആക്കി നോക്കുക. ഡിസേബിൾ ചെയ്തിടും, എന്നിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ അപ്പോൾ മോണോയിലും ആ മിഡ് റേഞ്ചിലുമൊക്കെ ജസ്റ്റ് ഒരൊറ്റ സ്വിച്ചിൽ നമുക്ക് ആ ഒരു പെട്ടെന്ന് സ്പീക്കർ ചേഞ്ച് ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ സംഭവം ഒന്നുമല്ല, എന്നാലും ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനം ഞാൻ എപ്പോഴും യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രീസെറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്ഫുള്ളായിരിക്കും. ഇത്രയേ ഉള്ളൂ. താങ്ക്സ്.